ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനം വിശുദ്ധ മത്തായി 16-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ കർത്താവ് പത്രോസിനോട് പറയുന്ന സഭ എന്ന ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇത് ചില ദിവസങ്ങൾ തുടർന്ന് ചിന്തിക്കാം എന്ന് ആഗ്രഹിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ വായിക്കട്ടെ. 16:18 നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. സഭ എന്നതിന് വിശുദ്ധ പൗലോസ് നൽകുന്ന വ്യാഖ്യാനം കർത്താവിൻ്റെ ശരീരം എന്നതാണ്. ഈ സഭ എന്നത് ഇങ്ങനെ ഒരു അർത്ഥത്തിൽ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നു. എന്നാൽ പഴയ നിയമത്തിൽ കാഹൽ എന്ന എബ്രായ പദത്തിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കാൻ വിളിച്ച് ചേർക്കുന്ന കൂട്ടത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ഗ്രീക്ക് പദത്തിൽ എക്ലീസിയ എന്നതാണ് മൂലപദം. വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ സംഘം എന്നാണ് അർത്ഥം. ഈ കാലത്ത് തൻ്റെ നാമത്തിനു വേണ്ടി അഥവാ തനിക്കായിട്ട് ദൈവം ഒരു കൂട്ടം ജനത്തെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 15-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. എന്നാൽ ഇസ്രായേൽ മരുഭൂമിയിലായിരുന്നപ്പോൾ അവരെ ഉദ്ദേശിച്ച് സഭ എന്ന് പറഞ്ഞിട്ടുണ്ട്. പൗലോസിനോട് എതിർത്ത എഫെസോസിലുള്ളവരോടുള്ള ബന്ധത്തിലും ഇപ്രകാരം തന്നെ പറഞ്ഞു കാണുന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 7-ാം അധ്യായത്തിൽ 38-ലും ഇപ്രകാരം ഒരു പദപ്രയോഗമുണ്ട്. എന്നാൽ ഇസ്രായേലിൻ്റെ കൂട്ടം അല്ലെങ്കിൽ സഭ ജാതികളുടെ മരുക്കമില്ലാത്ത കൂട്ടം, അങ്ങനെയും ദൈവത്തിൻ്റെ കൂട്ടവും രണ്ട് തരത്തിലാണ് കാണുന്നത്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസികളുടെ സംഘത്തിന് സഭ എന്നുള്ള നാമത്തിൻ്റെ സൂചന ആദ്യമായി കർത്താവ് തന്നെയാണ് നടത്തിയിട്ടുള്ളത്. പത്രോസിനോട് പറയുന്നു, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. കർത്താവ് ഈ വചനം പറയുമ്പോഴും സഭ പിൽക്കാലത്ത് പണിയപ്പെടേണ്ട അവസ്ഥയിൽ ഇരുന്നതിനാൽ അത് പഴയ നിയമ വിശുദ്ധന്മാരെ ബന്ധിക്കുന്നില്ലെന്ന് വ്യക്തമാണ്. യോഹന്നാൻ സ്നാപകന്റെ വാക്കുകളിൽ ഈ വസ്തുത കൂടുതൽ വ്യക്തമാകുന്നു. അതായത് മണവാട്ടി ഉള്ളവൻ മണവാളനാകുന്നു, മണവാളന്റെ സ്നേഹിതനോ നിന്ന് മണവാളന്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. ഈ എൻ്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു. യോഹന്നാൻ 3-ാം അധ്യായത്തിൽ വായിക്കുകയാണ്. നമ്മുടെ കർത്താവല്ലാതെ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവനായി ആരും തന്നെ ജനിച്ചിട്ടില്ല. ഈ യോഹന്നാൻ മണവാളന്റെ സ്നേഹിതനാണെന്ന്, മണവാട്ടി അല്ലെന്നും ഇതിൽ നിന്നും വ്യക്തമാണ്. യോഹന്നാന്റെ സ്ഥാനം ഇതാണെങ്കിൽ പഴയ നിയമത്തിലെ യാതൊരു വിശുദ്ധനും ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു സ്ഥാനം ഉണ്ടാകയില്ല, അല്ലെങ്കിൽ അതിന് അർഹരല്ല എന്നത് പുതിയ നിയമ ദൈവശാസ്ത്രത്തിൽ വ്യക്തമാണ്. ക്രിസ്തുവിൻ്റെ മണവാട്ടി എന്ന് പറയുന്നത് ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ട സഭയാണ്. വിശ്വാസികൾ വളരെയധികം ക്രിസ്തുവിനാൽ സ്നേഹിക്കപ്പെടുന്നതിനാൽ അവരെ ക്രിസ്തുവിൻ്റെ മണവാട്ടി എന്ന് സൂചിപ്പിക്കുന്നു. തൻ്റെ ഭൗമിക ജനമായ ഇസ്രായേലിൻ്റെ ഭർത്താവാണ് ദൈവമെന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിലുണ്ട്. ഇരമ്യാ പ്രവചനത്തിലും യെശയ്യാവിലും ഹോശിയയിലുമൊക്കെ നമ്മളത് വായിക്കുന്നു. എന്നാൽ നിഷ്കാസനം ചെയ്യപ്പെട്ട ഭാര്യയും ഉൾപ്പെടുത്തപ്പെടുന്ന സഭ, അതായത് ക്രിസ്തുവിനാൽ സ്വീകരിക്കപ്പെട്ട സഭയും തമ്മിൽ അല്പം വ്യത്യാസമുണ്ട്. ഇസ്രായേൽ ദൈവത്തോട് മത്സരിച്ച് നിഷ്കാസനം ചെയ്യപ്പെട്ട ഒരു രംഗമാണ്, അല്ലെങ്കിൽ അവരുടെ ചരിത്രം അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. എന്നാൽ കർത്താവിനാൽ വീണ്ടെടുക്കപ്പെട്ട കൂട്ടം ക്രിസ്തുവിൻ്റെ ശരീരത്തോട് ചേർക്കപ്പെട്ടവരാണ്. അതാണ് പുതിയ നിയമ സഭ എന്ന് പറയുന്നത്. രണ്ടർത്ഥത്തിൽ സഭ എന്ന പദപ്രയോഗം നമുക്ക് കാണാം. ഒന്നാമത്, പെന്തക്കോസ്ത് മുതൽ സഭയുടെ ഉൽപ്രാപണം വരെയുള്ള സകല വിശ്വാസികളെയും ഉൾക്കൊള്ളുന്നത് ഒന്ന്. അത്
പുതിയ നിയമത്തിൻ്റെ പല ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നു. ഇപ്പോൾ സർവ്വവിശുദ്ധന്മാരും ഭൂമിയിൽ ഒന്നിച്ചു കൂടാൻ സാധ്യമല്ലാത്തതിനാൽ പൊതുവെ സഭ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക കാലയളവിൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരെ അത് ഉൾപ്പെടുത്തുന്നു. ഇത് മുഴുവനും സഭയെയും ഉദ്ദേശിച്ച് പറയുന്നതിൻ്റെ ഒരു ഘടകം മാത്രമാണ്. അപ്പോൾ കർത്താവിൻ്റെ ശരീരമാണ് സഭ എന്ന് പറയുമ്പോൾ ആ ശരീരത്തിലേക്ക് നമ്മളെ ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത് ചേർത്തിരിക്കുന്നു. അതൊരു വലിയ പദവിയാണ്. ഈ സഭ മറ്റുള്ളവരുടെ മുൻപിൽ ഒരു പക്ഷെങ്കിൽ ദൃശ്യമാകണമെന്നില്ല. ഈ അദൃശ്യമായ സഭയെ പാതാള ഗോപുരങ്ങൾ ജയിക്കയില്ല എന്നാണ് കർത്താവ് പറയുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മളെ ചേർത്തിരിക്കുന്നു. അപ്പോൾ ആയുസിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം കർത്താവിൻ്റെ ശരീരമായ സഭയോട് നമ്മൾ ചേർക്കപ്പെട്ടു എന്നതാണ്. ആ ഒരു വലിയ ബോധ്യത്തിൽ ജീവിപ്പാൻ നമുക്ക് സാധിക്കണം. ദൈവം തമ്പുരാൻ നമ്മളെ മാനിക്കട്ടെ. ഇന്നത്തെ പകൽക്കാലം കർത്താവിൻ്റെ അനുഗ്രഹം നമ്മളോട് കൂടെ ഇരിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ ശരീരമായ സഭയോട് ഞങ്ങളെ ചേർത്തതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അയോഗ്യരായ ഞങ്ങൾക്ക് ഈ വലിയ പദവി നൽകിയല്ലോ. ഇന്നത്തെ പ്രഭാതം മുതൽ പ്രദോഷം വരെയും ആ വലിയ ചിന്താഗതിയിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വാക്കും പ്രവൃത്തിയും ഞങ്ങളുടെ ആഗ്രഹങ്ങളും ഇടപെടലുകളും ആ ഒരു ബോധ്യത്തിൽ നിന്നാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആ ഒരു ആത്മീയ നിയന്ത്രണം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ സകല ആവശ്യങ്ങളെയും കർത്താവ് അറിഞ്ഞിരിക്കൊണ്ട് സ്തോത്രം. ആവശ്യങ്ങളുടെ മധ്യത്തിൽ ഭാരപ്പെടുന്ന കരയുന്ന അനേകം ആളുകളുണ്ട്. എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവ് തൻ്റെ ശരീരത്തോട് ചേർത്ത് നിർത്തി ആവശ്യങ്ങളെ വഴി നടത്തുകയും ആലോചനകൾക്ക് മറുപടി നൽകുകയും ചെയ്യണമേ. യേശു മിശിഹായുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.